നമസ്കാരം. അപ്പോൾ ഇന്നലെ തിയേറ്ററിൽ റെസ്പോൺസിനെ ഉണ്ടായിരുന്നു. അപ്പോൾ ടാർബോയിലെ നടി അമിന നിജത്തിനെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി സാധാരണ സിനിമകളുടെ വിശേഷമാണ് ചോദിക്കുന്നത്. സിനിമകളുടെ വിശേഷത്തെക്കാൾ വലുത് ഇപ്പോൾ ഒത്തിരി ബന്ധങ്ങൾ വന്നു ചേർന്ന വയനാടിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മനസ്സ് തുറന്ന് പറഞ്ഞ വാക്കുകൾ കേൾക്കണം. വയനാട് ദുരന്തത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് ഇപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഒത്തിരി സങ്കടവത്തായ ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത്? വയനാട് ദുരന്തം എന്തായാലും ഭയങ്കര ഇതായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. പക്ഷേ എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ഡിസ്ട്രിക്ട്സിൽ നിന്നാണെങ്കിലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും നല്ല. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോഴാണല്ലോ എല്ലാവരും നമുക്ക് മനസ്സിലാകുന്നു, ഓക്കെ നമുക്ക് മറ്റേ വയനാട്, തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം, പത്തനംതിട്ട ഇങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ മനസ്സ് തുറന്ന് സഹായിക്കുന്നത് ഇങ്ങനൊരു സംഭവം വരുമ്പോഴാണ്. നമ്മൾ സാധാ ദുരന്തത്തെക്കുറിച്ച് ചോദിക്കുന്നതിനേക്കാൾ വ്യത്യസ്തപ്പെടുത്തിയൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഈ ഒരു നിമിഷം ദുരന്തം ഉണ്ടായ സമയത്ത് ഒത്തിരി ആളുകൾ സഹായിക്കാനായിട്ട് ഹസ്തങ്ങളായിട്ട് ചെല്ലും. പക്ഷേ അതിനുശേഷം അവർക്കൊരു ലൈഫുണ്ട്. അന്നേരം സഹായിക്കാൻ താല്പര്യമുണ്ടോ? അന്നേരമല്ലേ കൂടുതൽ സഹായിക്കേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ സഹായം മാത്രം മതിയോ? ഇതൊക്കെ കഴിഞ്ഞു ഒരുപാട് നാൾ കഴിയുമ്പോൾ അവരുടെ ഒരു മൂവ്മെന്റ്സ് വളരെ സങ്കടവത്തായ രീതിയിലായിരിക്കും. അന്നേരവും സഹായം വേണമെന്നാണോ വേണ്ടെന്നാണോ? സഹായം നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ ചെയ്യണം. അതിപ്പോൾ സിറ്റുവേഷൻ വരുമ്പോഴാണ് എപ്പോഴും അങ്ങനെ. നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ഒരുപോലെ ഇരിക്കത്തില്ല, മനുഷ്യരാണല്ലോ. അപ്പോൾ അല്ലാത്ത സമയം നമ്മൾ മാറും. പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും നല്ല കാര്യം. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കും, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ആരും ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാമല്ലോ. അങ്ങനെ സിറ്റുവേഷൻ വരുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ എന്തായാലും വി ആർ ഫോർച്യുനേറ്റ് ദാറ്റ് നമുക്ക് കൂട്ടത്തിൽ ഒരാൾക്ക് പ്രശ്നം വരുമ്പോൾ നമ്മളെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാത്ത സമയത്ത് അല്ലാതെ നമ്മൾ ഇതിനു മുൻപും നമ്മളും ഒരു പ്രളയത്തെ അതിജീവിച്ച മനുഷ്യന്മാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രളയത്തെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ചോദിച്ചു തുടങ്ങിയത്. നമുക്ക് ഇതിനു മുൻപും പ്രളയമൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? പ്രളയത്തിന് ശേഷമാണല്ലോ ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായത്. അതെ, പ്രളയത്തിൻ്റെ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അല്ലാത്ത സമയം നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ ആ യൂണിറ്റി വരുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെയൊക്കെ നടുവിലായിട്ട് ഇനി വരാനിരിക്കുന്ന വൻ ദുരന്തം മുല്ലപ്പെരിയാർ ഡാം, അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. തീർച്ചയായിട്ടും ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെനിക്ക് നല്ല പേടിയുള്ള കാര്യമാണ് സത്യം. ഈ ഒരു ചെറിയ ഉരുൾപൊട്ടിയപ്പോൾ ഇത്ര മരണം സംഭവിച്ചെങ്കിൽ ഈ ഒരു വലിയ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എന്തായിരിക്കും? രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത സിറ്റുവേഷനാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ എനിക്ക് നല്ല പേടിയുള്ള കാര്യമാണ് സത്യം പറയുകയാണെങ്കിൽ. ഞാനെപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഇത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യങ്ങൾ, അതിലിങ്ങനെ വളവുണ്ട്, ചരിവുണ്ട്, അങ്ങനെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര ഓവർ തിങ്കറാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് എനിക്ക് നല്ല പ്രശ്നം ഉണ്ടാവാറുണ്ട്. ശരിക്കും അനാസ്ഥയല്ലേ ഇത് തമിഴ്നാടുമായിട്ട്? അതെ, ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമുക്ക് വോയിസ് റേസ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് നാവുണ്ട്, നമുക്ക് പറയാന്നല്ലാതെ എനിക്കിപ്പോൾ പോയി ഡാമിൽ പോയി അവിടുത്തെ ഇതൊന്നും ശരിയാക്കാൻ എനിക്ക് പറ്റത്തില്ല. ശരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പാകിസ്ഥാൻകാരാണോ എന്ന് തോന്നിപ്പോകുന്നു അല്ലേ? പാകിസ്ഥാൻകാരാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം കേരളം പോയിട്ട് ഒരു അപേക്ഷ വെച്ചാൽ പോലും സ്വീകരിക്കാത്ത രീതിയിലാണ് ഈ തമിഴ്നാട്. ഇല്ല, അങ്ങനൊന്നുമില്ല. പാകിസ്ഥാന് നമ്മളെ പോലെ ഇന്ത്യ ഒരു ഏകദേശം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇല്ല, അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ എന്തൊരു കാര്യം വെച്ചാൽ ഈ തമിഴ്നാട് എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനം അത് സ്വീകരിക്കുന്നില്ല. അതെ, പക്ഷെ അതിപ്പോ അവിടുത്തെ ആൾക്കാരുടെ പ്രശ്നമല്ല, അവിടുത്തെ അതോറിറ്റീസിന്റെ എന്തെങ്കിലും, അവിടുത്തെ അതോറിറ്റീസ് ആണല്ലോ അതിന്റെ ഡിസിഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇത് വരാത്തത് കാരണം തീർച്ചയായിട്ടും ഭയങ്കര ഭയമാണ് അല്ലേ? അതെ, എന്തായാലും പേടി ഉണ്ടാക്കും. നമുക്ക് വെയിറ്റ് ചെയ്തത് നോക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് പേഴ്സണലി പോയി അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നതായിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പറഞ്ഞു നോക്കാം, നമുക്ക് വോയിസ് റേസ് ചെയ്ത് നോക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു ചോദ്യം വരുന്നു. പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ പുതുക്കിപ്പണിയിലാണോ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടത്? സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഒന്ന് പറയാമോ? പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ മെയിൻ്റനൻസ് ആണോ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് പുതുക്കിപ്പണിയിലാണോ? സ്വന്തം അഭിപ്രായത്തിൽ
എനിക്കിപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു മെയിൻ്റനൻസ് അല്ല പുതുക്കി പണിയാനാണ്. അതെ, എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് അവർ പറയുന്നത് ഞാൻ വായിച്ച് വെച്ച് എൻ്റെ നോളജ് വെച്ചിട്ട് 50 ഇയേഴ്സിലത്തേക്കാണ് ഇതിൻ്റെ ഒരു കാലാവധി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 150 എത്രയോ ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പം അത്രയും ഓവർ മോർ ദൻ ലൈക്ക് ഡബിൾ ഇത് പോയിട്ടുണ്ട്, അതിൻ്റെ ഏജിനേക്കാളും ഡബിൾ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതിൽ മെയിൻ്റനൻസ് വെച്ച് തട്ടിക്കൂട്ടുന്നതൊരു നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് അല്ലേ? റിസ്ക് എടുക്കരുത്. കാരണം 4-3 ജില്ലകൾ ഒറ്റയടിക്ക് അടിച്ചു പോകുന്ന ഒരു രംഗമാണ് ഇനി വരാൻ പോകുന്ന ഈ വലിയൊരു ദുരന്തം. അതെ, അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ശരിക്കും ഒരു മെയിൻ്റനൻസ് പോരാ, പുതുക്കി പണിയാ തന്നെ വേണമെന്നാണ് പറയുന്നത് അല്ലേ? അതെ, അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. അതിൻ്റെ ഹയർ അതോറിറ്റീസ് നമുക്കത് വിട്ടുകൊടുക്കാനേ നമുക്കിപ്പോൾ നിവൃത്തിയുള്ളൂ. പ്രാർത്ഥിക്കുക ദൈവത്തിനോട്, ഒന്ന് ആപത്ത് വരാതിരിക്കട്ടെ, ആൾക്കാർക്ക് ഒന്നും പ്രശ്നം നമുക്ക് വരാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ചിത്രം കണ്ടതിന് ശേഷം ഹാപ്പിനെസ് ഉണ്ട്, എന്നാൽ അല്പം സങ്കടമുണ്ട് ഈ ഒരു ദുരന്തം അല്ലേ? അതെ. പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഷുവർ. അത് തന്നെയാണ്, പ്രാർത്ഥിക്കാം. നമുക്ക് സംസാരിച്ച് നോക്കാം, പറഞ്ഞു നോക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്ക് ചെയ്യാം. ഇതിൽ അത്രേ നമുക്ക് ചെയ്യാം. ഇനി അടുത്ത നെക്സ്റ്റ് മൂവി ഏതാ? നെക്സ്റ്റ് ടർക്കിഷ് തർക്കം റിലീസ് ഉണ്ട്. മിക്കവാറും സെപ്റ്റംബർ 12 അറൗണ്ട് ഓണം റിലീസായിരിക്കും. അപ്പോൾ അതാണ് അടുത്ത. എന്തായാലും തകർപ്പൻ സിനിമ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്, പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് അല്ലേ? അതെ. എന്തായാലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എനിക്കറിയത്തില്ല ഇനി. അപ്പോൾ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കാം മുല്ലപ്പെരിയാർ ഡാം പൊട്ടാതിരിക്കാൻ. അതെ. കൂട്ടത്തിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത്. അപ്പോൾ നമുക്ക് അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. സിനിമ അതിൻ്റെ വഴി, പക്ഷേ നമ്മുടെ നാട്ടുകാർ ചുറ്റുമുള്ള ഒരു സാധനം, അത് നമ്മൾ ഇതിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതും ഇതും എല്ലാം നമുക്ക് വേണം. തീർച്ചയായിട്ടും ആ ഒരു നല്ല നടിയുടെ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനിയും ഒത്തിരി നാൾ ജീവിക്കണം എനിക്കും എൻ്റെ സമൂഹത്തിനും. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും മെയിൻ്റനൻസ് അല്ല വേണ്ടത് മുല്ലപ്പെരിയാറിന്, പുതുക്കിപ്പണിയിലാണ് വേണ്ടത്. ഇനിയൊരു റിസ്ക് എടുക്കാൻ വയ്യ എന്നുള്ളതാണ് ടർബോയിലെ ഈ ഒരു നടി പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കമൻസ് ആയാലും മോശം കമൻസ് ആയാലും കമൻറ്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.